വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നമ്മൾ MTSE സീരീസിൽ നമ്മൾ അടുത്തത് റാഷണൽ നമ്പേഴ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അല്ലേ. സോ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെസിമൽ ഫോം ഓഫ് റൂട്ട് ഓഫ് 0.11111. ഇത് ചെയ്ത് നോക്കിയോ? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്ത് നോക്കുക. എന്തായാലും ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ചില എക്സ്പ്രഷൻസിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് 0.111 നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. നമുക്കറിയാം 1/9 വാല്യൂ, 1/9 വാല്യൂ ആണ് 0.1111 ആ രൂപത്തിൽ പോകുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഈ 0.111ൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ 1/9 രൂപത്തിൽ എഴുതാം അല്ലേ. സോ ഇവിടെ റൂട്ട് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറി? 0.11ൻ്റെ പകരം റൂട്ട് ഓഫ് 1/9 ആയി. റൂട്ട് ഓഫ് ഓക്കെ, ഇവിടെ എഴുതിയത് ഈ റൂട്ട് എന്നുള്ളത് എന്താണ്? 1/9ൻ്റെ എല്ലാ വാല്യൂസിനും ഈ റൂട്ട് അപ്ലിക്കബിൾ ആണ്. സോ റൂട്ട് ഓഫ് 1/9 എന്ന് എഴുതാൻ പറ്റും അല്ലേ. റൂട്ട് ഓഫ് 1/9 എഴുതാൻ പറ്റും. ഇനി നമുക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ്റ്റ് 1/2 ആണ്, ആ രൂപത്തിൽ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ റൂട്ട് ഓഫ് 1/9 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1/√9 ആണ് അല്ലേ. = 1/3. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1/3 ആണ് കിട്ടി. ബട്ട് 1/3 നമ്മൾ ആൻസറിലില്ല. ആൻഡ് 1/3ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ ഡെസിമലിലോട്ട് മാറ്റിയാൽ മതി. 1/3 എന്ന് പറഞ്ഞാൽ 0.333 ആണ്. 0.333 അതിങ്ങനെ എൻഡ് ചെയ്യാതെ പോകണം. സോ ആൻസർ ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? എങ്ങനെ ചെയ്തതെന്നുള്ള 0.11ൻ്റെ വാല്യൂ 1/9 ആണെന്ന് അറിഞ്ഞാലാണ് ഇത്രയും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുക. ആൻസർ 0.333 കിട്ടും. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാറിപ്പോയി. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. 4/7 ഈസ് എ 3-digit നമ്പർ ഡിവിസിബിൾ ബൈ 11. ഓക്കെ, 11 കൂടി ഡിവിസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. അതിൽ ആ ഒരു സെൻറ്ററിലുള്ള വാല്യൂ എത്രയും തന്നിട്ടില്ല. അവിടെ നമ്മളിങ്ങനെ ഒരു സ്ലാഷ് ആക്കി ഇട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏത് വാല്യൂ ആയിരിക്കും വരിക? ആ സ്ലാഷിൻ്റെ പകരം ഏത് വാല്യൂ ആയിരിക്കും വരിക? അതാണ് നമ്മുടെ ചോദ്യം. 4/7 ഇതിൽ ഏത് വാല്യൂ ആയിരിക്കും വരിക? എങ്ങനെ നമുക്ക് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ പറ്റിയ മെത്തേഡ് എന്താണ്? നമ്മൾ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ ഇല്ല എന്നുള്ളത്. അതായത് നമ്മളൊരു വാല്യൂ തന്നാൽ ആ വാല്യൂവിൻ്റെ ഈവൻ പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ്, ഈവൻ പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അതുപോലെ ഓഡ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. സോ ഇവിടെ ഓഡ് ഡിജിറ്റ്സിൽ വരുന്ന ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ 4ഉം 7ഉം എന്താണ്? ഓഡ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് ആണ്. ആ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 4+7 എത്ര? 11 ആണ് അല്ലേ. ഇനി ഈവൻ ഡിജിറ്റ്സിൽ, ഇവിടെ ഈ ഈവൻ ഡിജിറ്റ്സിൽ ഈ ഒരു സ്ലാഷിൽ ഈ ആഷ് എന്നുള്ള വാല്യൂ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. സോ ആ ഒരു വാല്യൂ നമ്മൾ ഇപ്പോൾ ഇവിടെ വേറെ വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ വാല്യൂ എഴുതാം. ആ വാല്യൂ ഞാൻ എഴുതി, അത് ആഷാണ്. എന്നിട്ട് ഈ രണ്ട് വാല്യൂസ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11, 22, 11ൻ്റെ മൾട്ടിപ്പിൾസ് വരികയാണെങ്കിൽ ആ ഒരു വാല്യൂ 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇപ്പോൾ ഇവിടെ 11 മൈനസ് ഇവിടെ ഏത് വാല്യൂ കൊടുത്താലാണ് നമുക്ക് ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11 × 11, 22 ആ രൂപത്തിൽ കിട്ടണം. ഇവിടെ ഏറ്റവും നല്ലത് ഇവിടെ നമുക്ക് ഇവിടെ ഉള്ള വാല്യൂസിൽ 0 കൊടുക്കാനാണ് പറ്റുക അല്ലേ. കാരണം 11 - 0 ആണ് 11 കിട്ടുക അല്ലേ, 11 കിട്ടുക. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഈ ഒരു ആഷിൻ്റെ പകരം നമുക്ക് 0 ആയിരിക്കും ആൻസർ വരിക. ഈ ഒരു 11ത് നമുക്ക് ചിലപ്പോൾ ഇനി ഇത്രയല്ല, നമുക്ക് 4 ഡിജിറ്റോ 5 ഡിജിറ്റോ ഏത് തന്നാലും ഇതുപോലെ നോക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ എഴുതാണ്. 1224 എന്ന് എഴുതി. ഈ വാല്യൂ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണത്? എന്ത് ചെയ്താൽ മതി? ഇവിടെ ഓഡ് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 2 + 1 എത്ര? 3. ഈവൻ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 2 + 4 എത്ര? 6. ഈ വാല്യൂസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 3 - 6 എത്ര? എന്തായാലും -3. ഇത് 3ൻ്റെ 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല അല്ലേ. സോ എന്തായാലും ഇത് ഒരു 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇവിടെ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11, 22 ആ രൂപത്തിൽ വരണം. സോ എന്തായാലും ഈ ഒരു ക്വസ്റ്റിനായി ആൻസർ, ഇവിടെ ആൻസർ എന്താ വന്നത്? 0 ആണ് ആൻസർ വന്നത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ 41 × 27 = 11111. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 205 × 271? ഇവിടെ നേരെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 41 × 27 1111 ആണ് തന്നിട്ടുണ്ട് അല്ലേ. എത്ര 1 ആണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ 205ന് നമുക്ക് 41ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇവിടെ 1 × 5 ചെയ്താലാണ് 5 കിട്ടുക അല്ലേ. സോ 41 × 5 ചെയ്ത് നോക്കാം എന്തായിരിക്കും ആൻസർ വരിക എന്നുള്ളത്. 41 × 5 ചെയ്യുമ്പോൾ ആൻസർ എത്ര വരിക? 5 വരും, 20. കണ്ടോ? 205 എന്ന് പറഞ്ഞാൽ 41 × 5 ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ്.
അപ്പോൾ ആ 205 പകരം നമുക്ക് എന്ത് ചെയ്താൽ 41 × 5 എന്ന് എഴുതിക്കൂടെ, അല്ലെങ്കിൽ 5 × 41 എഴുതിക്കൂടെ. അപ്പോൾ ഈ 205 × 271 205 × 271 പകരം നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ ഞാൻ 5 × 41 × 271 എഴുതിക്കൂടെ. എഴുതാം. 41 × 271 വാല്യൂ നമുക്കറിയാം 111 ആണെന്ന്. അതായത് 5 × 1 1 3 4 5 5 1 അല്ലേ. ഇനി 5 × 111 ആൻസർ എത്ര വരിക? 5 5 5 5 5 ഇങ്ങനെ 5 വട്ടം 5 എഴുതിയത് അല്ലേ. സോ ആൻസർ ഏതാ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാതെ ഇവിടെ എന്ത് ചെയ്ത് 205 × 271 ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 3/8 × 2/9 ഡിവൈഡഡ് ബൈ 1/6. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യേണ്ടത്? 3/8 × 2/9 ഡിവൈഡഡ് ബൈ 1/6 പകരം നമുക്ക് എന്ത് ചെയ്താൽ × 6/1 എഴുതാം. × 6/1 എഴുതി കൂടെ എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമല്ല, നേരെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് സിംപ്ലിഫൈ ചെയ്തതിൻ്റെ ശേഷം വേണം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ 6നെ ഞാൻ കട്ട് ചെയ്യാണ്. 6നെ 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 3 6 ഇവിടെ 3 3 9 ആയി. ഇനി 2നെ കട്ട് ചെയ്തു, ഇവിടെ 4 ആയി. വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്യാം, ഇവിടെ 2 ആയി. ഇവിടെ 3 3 കട്ട് ചെയ്തു. സോ ആൻസർ ഇപ്പോൾ എന്താ ഉള്ളത്? മുകളിൽ ഒന്നുമില്ല അല്ലേ, എല്ലാം കട്ട് ചെയ്ത് പോയി 1 മാത്രമായി. ഇവിടെ ഡിനോമിനേറ്ററിലോ ഈ 2 മാത്രമേ ഉള്ളത് അല്ലേ, 2 മാത്രമേ ഉള്ളത്. സോ ആൻസർ എന്തായി? 1/2 1/2 ആണ് നമ്മുടെ ആൻസർ. യെസ്, 1/2 ആൻസർ ഇല്ലേ? ഉണ്ട്, ആൻസർ ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 10 × 10 ഡിവൈഡഡ് ബൈ 10 + 10 - 10. ഇതിന് ആൻസർ എത്രയായിരിക്കും? ഇത് കാണുമ്പോൾ കുറേ 10 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്താൽ മതി. അതായത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്തതിൻ്റെ ശേഷം വേണം അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ. എന്നാൽ ആൻസർ ഒന്നും തെറ്റാൻ പോകുന്നില്ല. ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. 10 × 10 എത്ര? 100. 100/10 എത്ര? വീണ്ടും 10 ആയി അല്ലേ. 100/10 എന്ന് പറഞ്ഞാൽ 10 ആയി. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്തായി? 10 + 10 - 10. ആൻസർ എത്ര വരിക? 10 + 10 20. 20 - 10 = 10. വാല്യൂ 10 ആണ് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. സോ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.